വെൽക്കം ജയന്ത്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇരുന്നാട്ടെ. ജയന്ത് നമുക്കൊപ്പം ഞാൻ ജയന്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. ജയന്ത് കൃത്യമായി സീറ്റ് പ്രതീക്ഷ നടത്തുന്ന ഒരാളാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇക്കുറി ജയന്ത് മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. മാറ്റി പറയും, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇത്തവണ എത്ര സീറ്റ് കൃത്യമായിരിക്കുമല്ലോ, എത്ര സീറ്റ് പ്രവചിച്ചിട്ടുണ്ട് ഇതുവരെ? ഞാൻ ഒരു 10-20 വർഷമായി ഇത് പറയുന്നുണ്ട്. അത് ശരിയാവാറുണ്ടോ? ജയവും തോൽവിയും ഒക്കെ ഓൾമോസ്റ്റ് ശരിയാവാറുണ്ട്. ആണോ? ശരിക്കും എന്നാണ് ഇവരൊക്കെ പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ എത്ര സീറ്റാണ് പ്രവചിച്ചത്? ഏത് സീറ്റിന്? പാർലമെന്റ്? അല്ലല്ല, ലോക്സഭ, സോറി, നിയമസഭ. കഴിഞ്ഞ നിയമസഭ പ്രവചിച്ചത് ഞാൻ പറയുന്നില്ല. ശരിക്കും സത്യം പറയാം, LDF വരുമെന്ന് അതെ കൃത്യമായിട്ട് അറിയായിരുന്നു. അത് ഇലക്ഷൻ കഴിഞ്ഞ് നമുക്ക് പറയാം. കണ്ടോ, ജയന്തല്ലോ സൂത്രക്കാരനാ. കഴിഞ്ഞ നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവുമല്ലോ. അത് ജയന്തിന് അറിയാമായിരുന്നു പാർട്ടി തോക്കുമെന്നുള്ളത്. നമ്മൾ വാർത്തയിടിക്കുന്നുള്ള കാര്യം കൃത്യമായിട്ട് ജയന്തിന് അറിയാം. അപ്പോൾ ജയന്ത്, ഇക്കുറി എന്താ സാധ്യത? ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തരംഗമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും വലിയ 2 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, ഒന്ന് നിയമസഭയെ സംബന്ധിച്ചിടത്തോളം 2001 ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയപ്പോഴുണ്ടായ തെരഞ്ഞെടുപ്പ് ഫല. മറ്റൊന്ന് 977 111 സീറ്റ് ജയിച്ചത്. ഏതാണ്ട് അതോളം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള നിലയിൽ നിന്ന് അതിൻ്റെ ഇരട്ടി സീറ്റ് ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ ആ പഴയ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഒരു പ്രദേശത്ത് UDF ഉണ്ട് ഇല്ല, അതൊക്കെ ഇറലവൻ്റാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഫീൽഡിൽ പോയപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ കൺവെൻഷനലി നമ്മൾ മനസ്സിലാക്കിയത് UDFനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒക്കെയാണ് വലിയ കക്ഷികളെന്നാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, അതിലും വലിയൊരു കക്ഷി ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഉണ്ട്. അത് ഈ നാട്ടിലെ ജനമാണ്. എൻ്റെ ബോധ്യമാണ് അത്. ജനത്തെ ഘടകകക്ഷിയാക്കി എന്നുള്ളതാണ് 100% എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ 10 ആളെ കാണുമ്പോൾ അതിനകത്ത് ഏതാണ്ട് പകുതിയോളം ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇലക്ഷൻ ഡേറ്റ് കാത്തു നിൽക്കുകയാണ്. ദേ ആർ പ്രിപ്പയർ. അവർക്കിത് മാറ്റണമെന്നുള്ള വളരെ തീവ്രമായ വിഷ് അവർക്കുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം പൊതുവെ തോന്നിയതാണ്, ഈ ചില മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ സർക്കാർ മാറണമെന്ന് പൊതുവേ ഒരു അഭിപ്രായം വരും സ്വാഭാവികമായിട്ടും. 10 വർഷം കഴിഞ്ഞല്ലോ. പക്ഷെ അപ്പോഴും ചില മണ്ഡലങ്ങളിലെ MLA മാർ അവർക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അവരെ മാറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യം ജനങ്ങൾക്കില്ലേ? ഇത് തമ്മിലാണോ യഥാർത്ഥത്തിലുള്ള സംഘർഷം? MLA എങ്ങനെ മാറ്റും, പക്ഷേ സർക്കാർ മാറണം, അങ്ങനൊരു തീരുമാനമുണ്ടോ? അതിനൊരു ഉത്തരം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ചരിത്രത്തിൽ മിക്കവാറും ഓൾമോസ്റ്റ് ഒരു ലെഫ്റ്റ് എഡ്ജ് ആയിരുന്നു എല്ലാ തവണയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഏതാണ്ട് 65% സീറ്റ് ജയിച്ചു. ആ ജയിച്ചപ്പോൾ അതിനകത്തുള്ളൊരു കാരണം എന്താ? സാധാരണഗതിയിൽ CPMനകത്ത് ഇപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരു നേതൃത്വ നിരയെ ജനത്തിന് വിശ്വാസമില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇപ്പോഴും നല്ല കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് പേരുണ്ട്. ആ സ്ഥാനാർത്ഥികളെ പോലും ജനം തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ മാറണമെന്നുള്ള വൈകാരികമായ വോട്ടിങ്ങിൽ ഏറ്റവും അവരുടെ നാട്ടിൽ അവരുമായി ഇപ്പോൾ നമ്മളൊക്കെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നവരില്ല. CPMനകത്ത് ഒരുപാട് നല്ല പ്രവർത്തകരുണ്ട്. അവരൊക്കെ മത്സരിക്കുമ്പോഴും ജനം അവരെ തോൽപ്പിച്ചത് ഒരു കാരണം കൊണ്ടാണ്. കാരണം ഈ വോട്ട് പിണറായിക്കുള്ള വോട്ടായി തെറ്റിദ്ധരിക്കപ്പെടും. അത് സംഭവിക്കാതിരിക്കാനാണ് അവർ ദൈനംദിന ജീവിതത്തിൽ അവരോടൊപ്പം നിൽക്കുന്നവരെ പോലും തോൽപ്പിച്ചത്. ഇപ്പോൾ കേരളത്തിൻ്റെ റിസൾട്ട് നമ്മളൊരു ക്രിട്ടിക്കലി അനാലിസിസ് ചെയ്താൽ നമ്മൾ 7-7 എന്നാണ് ജില്ലാ പഞ്ചായത്തിനെ നമ്മൾ കാണുന്നത്. ആക്ച്വലി അത് 9-5 കാസർഗോഡും തിരുവനന്തപുരം ഓരോരോ സീറ്റിനാണ്. കാരണം CPMന് ഒരുപാട് എഡ്ജുള്ള 2 ജില്ലകൾ ഒരു സീറ്റ്, ഇപ്പോൾ തിരുവനന്തപുരമൊക്കെ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിൽ എന്ന് പറയുമ്പോൾ ഈ ജില്ല, ഇപ്പോൾ കോഴിക്കോട് 70 പഞ്ചായത്തിൽ 44 എണ്ണം ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ UDF 2 എണ്ണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ടോസിലാണ്. ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പോൾ നമ്മൾ പോകുന്നത് ചാലപ്പുറം വാർഡിലൂടെയാണ്. ഈ ചാലപ്പുറം വാർഡിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്. ഈ ചാലപ്പുറം വാർഡ് കൺവെൻഷനലായി UDF ജയിക്കുന്നതാണ്. ഈ റെയിൽവേ ലൈനിന് പടിഞ്ഞാറും കിഴക്കുമായിട്ട് ആയിരുന്നു പഴയ ചാലപ്പുറം വാർഡ്. പടിഞ്ഞാറുള്ള വോട്ടർമാർക്കൊരു പ്രത്യേകത ഉണ്ട്. അവിടെ മതന്യൂനപക്ഷങ്ങൾ തിങ്ങി പാർക്കുന്ന ഏതാണ്ട് 3600 വോട്ടർമാരെ ആ വാർഡിൽ നിന്ന് നീക്കം ചെയ്യാണ്. അത് കൂട്ടിച്ചേർക്കുന്നത് 9500 വോട്ടുള്ള വാർഡിലേക്കാണ്. എന്നിട്ട് ഇവിടെ ഒരു 4000-ൽ താഴെയുള്ള വോട്ടുള്ള ഒരു വാർഡ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ പല വിഭജനങ്ങളും നടത്തി. എന്നിട്ട് ആ സീറ്റ് ആര് ജയിച്ചു? BJP ജയിച്ചു. BJP എങ്ങനെ മത്സരിച്ചാലും 3ാം സ്ഥാനത്തുള്ള ചാലപ്പുറം വാർഡ്
അതുപോലെ മാവൂർ റോഡ് വാർഡ് ഇതുപോലെ തന്നെ തീരദേശത്തുള്ള പ്രദേശത്തെ കൊണ്ട് കൂട്ടിച്ചേർത്തു. അതായത് 45 വർഷമായി LDF ഭരിച്ച കോർപ്പറേഷൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വെറും 64 വോട്ടിനാണ്. ഒരു സീറ്റ് 9 വോട്ടിന്, ഒരു സീറ്റ് 16 വോട്ടിന്, ഒരു സീറ്റ് 17 വോട്ടിന്. ഒരു തരംഗമുണ്ട് എന്നാണ് ജയന്ത് പറയുന്നത്. സാധാരണമായ തരംഗമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ റോഡ് വികസന പദ്ധതികൾ എന്നാണ് സർക്കാർ പറയുന്നത്. വികസനം തുടരണമെങ്കിൽ LDF വേണം. അവരുടെ ടാഗ് ലൈനിൽ തന്നെ മറ്റാരുണ്ട് LDF അല്ലാതെ. കൃത്യമായി അവർക്ക് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചത് വെറും 5 വർഷക്കാലം. ഉമ്മൻചാണ്ടിയുടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള എത്ര പദ്ധതികളുണ്ട്. മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്യാൻ കുമ്മനം രാജശേഖരനോട് അന്ന് ജനം തള്ളി. അതിന് ഡിഫറെന്റ് റീസൺസ് ഉണ്ട്. വളരെ സെന്റിമെന്റലായി വോട്ട് ചെയ്യുന്ന മനുഷ്യരുണ്ട്. കാമരാജ് തോറ്റ രാഷ്ട്രീയം ഇന്ത്യയിലുണ്ട്. മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് 2 ജോഡി വസ്ത്രം ഉണ്ടായിരുന്നില്ല. അത് വേറെ കാര്യം. ആ സമയത്ത് ഒരു മനുഷ്യർ വോട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഉണ്ടാവുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്. പക്ഷേ ഇക്കുറി വോട്ട് ചെയ്യുമ്പോൾ പിണറായി വിജയന് പകരം ആ കസേരയിലേക്ക് ഇരിക്കാൻ ഒരു നേതാവിനെ കൂടി കണ്ടുകൊണ്ടായിരിക്കില്ലേ വോട്ട് ചെയ്യുക? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവൂലേ? ഒരു ഏത് സർക്കാർ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി വരട്ടെ, ആന്റണി ഉണ്ടായിരുന്ന സമയത്ത് ആന്റണി വരട്ടെ, ഇപ്പോൾ കരുണാകരൻ ഉണ്ടായിരുന്ന സമയത്ത് കരുണാകരൻ വരട്ടെ, ഇപ്പോൾ ആര് വരട്ടെ എന്നാണ്. ഇപ്പോൾ സുധാകരൻ പറയുന്നു, അങ്ങയുടെ പ്രിയപ്പെട്ട സുധാകരൻ പറയുന്നു രമേശ് ചെന്നിത്തല വരണം. PJ കുര്യൻ പറയുന്നു രമേശ് ചെന്നിത്തല വരണം. യഥാർത്ഥത്തിൽ നെക്സ്റ്റ് CM ഇൻ വെയിറ്റിംഗ് രമേശ് ചെന്നിത്തലയാണോ VD സതീശനാണോ? ഞാൻ അതിനകത്ത് ഒരു ഉത്തരം അങ്ങോട്ട് പറയാം. 2016 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ധർമ്മടം ഉൾപ്പെടെ കേരളത്തിലെ 140 സ്ഥലത്തും ബോർഡ് വെച്ചതാരതാ? VS അച്യുതാനന്ദൻ്റെതാ. അതെന്തുകൊണ്ടാ? പിണറായി വിജയന്റെ പടം പുറത്തെടുത്താൽ ആ പടം ഓടില്ല എന്നുള്ള ബോധ്യം കൊണ്ടാ. നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ നിങ്ങൾ മുൻപ് വർക്ക് ചെയ്ത, ഞാൻ ചാനലിന്റെ പേരുകളൊന്നും ഓർക്കുന്നില്ല, ഏതായാലും 2% താഴെയായിരുന്നു പിണറായി വിജയന്റെ റേറ്റിംഗ്. പക്ഷേ 2024 തിരിഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അതുകൂടി നിങ്ങൾ പലപ്പോഴും മീഡിയകൾ ചർച്ച ചെയ്യപ്പെടാത്ത ഏറ്റവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പരാജയപ്പെട്ട വേറൊരു മുഖ്യമന്ത്രി പിണറായി വിജയനോളം വേറൊരാളുമില്ല. നിങ്ങൾ കണക്കുകൾ എടുത്ത് അവസാനത്തെ 5 വർഷം, പക്ഷേ ആദ്യത്തെ 5 വർഷം നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു ഒന്നാം പിണറായി സർക്കാർ 2-നേക്കാൾ മെച്ചപ്പെട്ടതാണ്. അതിനകത്ത് പിണറായി വിജയൻ ഒരൊറ്റ തെരഞ്ഞെടുപ്പാണ്. പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയല്ല. അവിടെ ഞാൻ അതിൻ്റെ ഒരു സീക്വൻസിൽ പറയാം. 2016 പിണറായി വിജയന്റെ പടം കാണിച്ചല്ല, ധർമ്മടം ഉൾപ്പെടെ VS അച്യുതാനന്ദൻ്റെതാണ്. അതേതായാലും പിണറായി വിജയന്റെ വിജയമല്ലല്ലോ. പിണറായി വിജയൻ നടന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഏതാ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നിങ്ങൾ കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾ ഞെട്ടും. 30 ലക്ഷത്തിലധികം വോട്ടിന്റെ വ്യത്യാസമാണ്. അത് പിണറായി വിജയൻ ഉണ്ടാക്കിയ കാരണം ഉൾപ്പെടെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിച്ച് കോടിക്കണക്കിന് മനുഷ്യരെ മനസ്സ് കീറി മുറിച്ച വിഷയമുണ്ട്. അത് ഉൾപ്പെടെയുള്ള പിണറായി വിജയൻ എന്ന അൺപോപ്പുലറായ മുഖ്യമന്ത്രി ഇപ്പൊ പരസ്യത്തിൽ ഓക്കിയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കി കൈകാര്യം ചെയ്തു, ജനാണ് ഓടേണ്ടി വന്നു, സ്വന്തം വണ്ടി ഉപേക്ഷിച്ച്. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അപ്പൊ 2019 വീടിന്റെ അവസ്ഥ മോശമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2019 പിണറായി വിജയനെ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി. ഒരു മുന്നണിക്ക് അതുപോലെ ഒരു തോൽവി. അതിനുശേഷം പറയാം, 2 തെരഞ്ഞെടുപ്പാണ് നടന്നത്. 2020 ഡിസംബർ മാസത്തിൽ തദ്ദേശ സ്വയംഭരണയിലേക്കും ഏപ്രിൽ 6 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഈ 4 മാസം ഈ സമയം ഏതാ? ലോകത്തെ മുഴുവൻ മനുഷ്യർ ഹോസ്റ്റൈലായിട്ട് അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും നമ്മളുൾപ്പെടെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യം വരിക. സ്വാഭാവികമായിട്ടും അവിടെ ഡെലിവറി ചെയ്ത ഭരണകൂടം അതെത്ര പരിമിതമായ കാര്യങ്ങളായാലും മനുഷ്യർ എന്ന് പറയുന്നത് വളരെയധികം നന്ദിയുള്ള ഒരു സാധാരണ മനുഷ്യരൊക്കെ ഒരു കൈ സഹായം കിട്ടിയാൽ പോലും ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും മടിക്കാത്ത മനുഷ്യർ അവർ തെറ്റിദ്ധരിച്ചു. അവിടെ പിണറായി വിജയൻ ആയിരുന്നില്ല. കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള സാഹചര്യത്തിനകത്ത് സഹായിക്കുന്നത് ആരോ. ഇവരെന്ത് ചെയ്തു? അത് വളരെ കൃത്യമായി രാഷ്ട്രീയം ചെയ്തു. എന്തായിരുന്നു രാഷ്ട്രീയം? ജനങ്ങൾക്ക് സർക്കാർ നൽകേണ്ടുന്ന കാര്യങ്ങൾ CPM വോളണ്ടിയേഴ്സിലൂടെ. അപ്പൊ അത് ഇന്ന് അതേ കണക്കൂട്ടി ചെയ്തതാ. അപ്പൊ അതൊരു തെരഞ്ഞെടുപ്പ് വിജയം പിണറായി വിജയന്റെ വിജയമല്ല. പിണറായി വിജയൻ അതിനുശേഷം തൃക്കാക്കര, ഞാൻ അതിന്റെ തെരഞ്ഞെടുപ്പിന് ചുമതല ഉണ്ടായിരുന്ന ആളാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, പിടിച്ചെടുക്കും മുഴുവൻ MLA മാർ, മുഴുവൻ മന്ത്രിമാർ. എന്താ ഉണ്ടായത്? 12,500 വോട്ടിന്. അതായത് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന ഫാക്ടർ കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം തൃക്കാക്കര പിടിച്ചെടുക്കാൻ ഒരു മാസം ക്യാമ്പ് ചെയ്തെടുത്ത് 25,000 വോട്ടിനാണ് തോറ്റത്, ഇരട്ടിയിലധികം വോട്ട്. അത് കഴിഞ്ഞ് പുതുപ്പള്ളി വന്നു, ഓർക്കുന്നില്ലേ പുതുപ്പള്ളി? ഞാൻ 25,000 വോട്ടിന് തൃക്കാക്കര ജയിക്കുമെന്ന് പറഞ്ഞ ആളാണ്. എല്ലാ ചാനലിലും അന്ന് അത് വന്നതാണ്. അത് കഴിഞ്ഞ് പുതുപ്പള്ളി 9,000 വോട്ടിന് ഉമ്മൻചാണ്ടി ജയിച്ചെടുത്ത് പിന്നെ 39,000. ഞാൻ 40,000 വോട്ട് പറഞ്ഞാൽ 1000 വോട്ടിന്റെ വ്യത്യാസമാണ്. അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 26.5 ലക്ഷം വോട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാ ചാനലിലും സുധാകരൻ, എനിക്ക് കണ്ണൂരിന്റെ ചുമതലയിരുന്നുണ്ട്, തോറ്റുപോകും ഒപ്പത്തിനൊപ്പം എഴുതി. ഞാൻ അന്ന് പറഞ്ഞിരുന്നു 1 ലക്ഷം വോട്ടിന് മുകളിൽ ജയിക്കും.
ഇപ്പൊ എത്രയാ ജയന്തിന്റെ ഭൂരിപക്ഷം ജയന്ത് പ്രവചിക്കുന്നത്? എന്റെ ഭൂരിപക്ഷം ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ചരിത്രത്തിൽ ഉണ്ടായതിൽ മികച്ച ഭൂരിപക്ഷങ്ങളിലൊന്നും എനിക്ക് ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതായത് UDF-ന് കോഴിക്കോട് നോർത്തിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഭൂരിപക്ഷം. ഉറപ്പായിട്ടും കോഴിക്കോട് കഴിഞ്ഞ തവണ 13-ൽ 11 LDF-നോടൊപ്പമായിരുന്നു. ഇക്കുറി എത്ര എണ്ണം വരും? ഈ കുറി ഒരു സീറ്റ് പോലും ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടണം. അതെ, 13-ൽ 13 പോകും. എന്തായാലും രണ്ടൊക്കെ ബാലുശ്ശേരി അടക്കം. ബാലുശ്ശേരിയൊക്കെ എന്തായാലും ജയിക്കാൻ പോകും. ബാലുശ്ശേരി ജയിക്കും, കുന്നമംഗലം ജയിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ എല്ലാ സീറ്റിലേക്ക് പോകുന്നില്ല. 13 ജയിക്കും. ബേപ്പൂരിൽ ആര് ജയിക്കും? ജയന്ത് ബേപ്പൂരിൽ ആര് ജയിക്കും? അൻവർ ജയിക്കും. അതിന് വേറെ റീസൺ പാഴൂർ പഠിപ്പര വരെ പോണ്ട. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ, നമ്മൾ എവിടെ നോക്കിയാലും പിണറായി വിജയന്റെ പടം കാണാം. സർക്കാരിന്റെ പണം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഞങ്ങളുടെ ട്രംപ് കാർഡ് അതാണ്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, ആ മുഖം രക്ഷിച്ചില്ല എന്ന്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാശുണ്ടായിരുന്നു. ഞങ്ങൾ പണമില്ലാത്ത പാർട്ടിയാണല്ലോ. കാശുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ വക എല്ലാ വീടിന് മുമ്പിൽ പിണറായി വിജയന്റെ ഒരു പടം വെക്കും. കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇനി വരാൻ പാടില്ല എന്നുള്ള ജനത്തിന്റെ വിധിയെഴുത്താ വരാൻ പോകുന്നത്. ഈ 10 വർഷത്തെ ഇലക്ഷൻ ഫലം പരിശോധിക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പാലക്കാട് കണ്ടു, മറ്റേ ചേലക്കര 30,000-ലധികം വോട്ട് കുറഞ്ഞത് കണ്ടു. ഉപതെരഞ്ഞെടുപ്പായിട്ടും പ്രിയങ്ക ഗാന്ധിക്ക് 60,000 വോട്ട് കൂടിയത് കണ്ടു. അത് കഴിഞ്ഞ് നിലമ്പൂർ 20,000 വോട്ട് അൻവർ പിടിച്ചിട്ടും 12,000 വോട്ടിന് ഷൗക്കത്ത് ജയിച്ചത് കണ്ടു. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലെ തൂത്തുവാരിയ വിജയം നമ്മൾ കണ്ടു. അതിനിടയിലും ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 19 സെറ്റ് ലോക്കൽ ബോഡി ബൈ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അതിൽ 17 സെറ്റിലും വൻ ഭൂരിപക്ഷം UDF-ന് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു ജനത്തിന്റെ ഫീൽ. ഒരു കൈത്തെറ്റ് കോവിഡിന്റെ മറവിൽ പറ്റിപ്പോയത് ഒഴിച്ചാൽ നാളുകളിലെ ചരിത്രം എഴുതുമ്പോൾ കേരളത്തിൽ ഒരു സംശയമുണ്ട് ജയന്ത്. ഇപ്പോ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ പറഞ്ഞു, അതിന് പൈസ എവിടുന്ന് കണ്ടത്? ഇതിനകത്ത് ഇവർക്ക് എവിടെയാ സമയം പണം പിരിക്കാൻ? അല്ലല്ല, UDF അധികാരത്തിൽ വന്നാൽ ഈ UDF പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കൊച്ചിൻ മെട്രോ നടപ്പാക്കിയത്. അല്ലല്ല, മെട്രോ പ്രോജക്റ്റ് അല്ലല്ലോ. മെട്രോ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് പിണറായി സർക്കാർ അല്ല, കൊണ്ടുവന്നല്ലേ. 99% കൊച്ചി മെട്രോ ജോലി കഴിഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നില്ലേ? നിങ്ങൾ ഒന്ന് പുറകോട്ട് ചരിത്രത്തിലേക്ക് പോയി നോക്കൂ. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് മാസങ്ങൾക്കുള്ളിലാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ട പ്രോജക്റ്റിൽ ഏറ്റവും പ്രധാനം എന്താ? ആ സ്ഥലം ഏറ്റെടുക്കണം. പക്ഷെ അവിടെ ഇറങ്ങിയ വിമാനം ഇറങ്ങിയത് വ്യോമസേനയുടെ വിമാനമാണ്. എന്തായാലും ഇറങ്ങി. നമ്മൾ വിമാനത്താവളത്തിന്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്താ? സ്ഥലം എടുക്കുക. അത് പൂർത്തിയാക്കി. 14 ജില്ലകളിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി. എന്റെ സ്ഥലം അവിടെ. അപ്പോ ഇക്കുറി ഒരു ട്രെൻഡ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ എത്ര സീറ്റ് കിട്ടുമെന്ന് പ്രവചിക്കുന്നില്ല. 100 സീറ്റിന് മുകളിൽ എന്തായാലും ഉണ്ട്. 100 സീറ്റ്. വി ഡി സതീശൻ പറഞ്ഞത് കറക്റ്റ് ആവും. നേരത്തെ പറഞ്ഞതാ 100 സീറ്റിന് മുകളിൽ ചെയ്യും. അത് ജയിക്കുന്നതിന്റെ കാരണം പെട്ടിനുള്ള ധൈര്യം ഉണ്ടോ? 100%. അപ്പൊ 100+ കിട്ടിയില്ലെങ്കിൽ കോഴിക്കോടിന്റെ ന്യൂ സ്റ്റാറിൽ നിന്ന് ഒരു വടയും ചായയും. അതല്ല, അതിലപ്പുറത്തേക്ക് ഈ കോഴിക്കോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഈ മുഴുവൻ ക്രൂവിനും വാങ്ങിത്തരും. ആണോ? തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ തോറ്റാൽ ജയിച്ചാൽ ഞാൻ അങ്ങോട്ട് സ്പോൺസർ ചെയ്യുന്നത് ന്യൂ സ്റ്റാറിൽ നിന്നൊരു വടയും ചായയും. ഓക്കെ, താങ്ക് യു ജയന്താണ്. താങ്ക് യു ജയന്ത്.